ഷെയ്ഖ് ഹസീനയെ കുറിച്ചുള്ള വിധി, അതായത് ബംഗ്ലാദേശ് കലാപത്തിൽ ഷെയ്ഖ് ഹസീന എന്താണ് ചെയ്തത്, ഷെയ്ഖ് ഹസീന അതിൽ കുറ്റക്കാരിയാണ്, എന്ത് ചെയ്താലും അതിൽ കുറ്റക്കാരിയാണ് എന്നുള്ള വിധി ഇപ്പോൾ അന്താരാഷ്ട്ര ട്രിബ്യൂണൽ കോടതി പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന തൻ്റെ അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് മേൽ ആക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ കോടതി വിലയിരുത്തിയിരിക്കുന്നത്. പ്രക്ഷോഭകാരികൾക്ക് മേൽ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശം കൊടുത്തു, ഹെലികോപ്റ്റർ വഴി ആക്രമിക്കാൻ നിർദ്ദേശം കൊടുത്തു. പോരാത്തതിന് ഷെയ്ഖ് ഹസീന അവിടെ അബു സയ്യിദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം പരിശോധന റിപ്പോർട്ട് തിരുത്താനായി ഷെയ്ഖ് ഹസീന നിർദ്ദേശം കൊടുത്തു. കൂട്ടക്കൊല, പീഡനം തുടങ്ങിയവർക്ക് ഷെയ്ഖ് ഹസീന വലിയ രീതിയിൽ ചുക്കാൻ പിടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ അതിൽ കുറ്റക്കാരിയാണെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിലാണ്. ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ അങ്ങോട്ടേക്ക് കൈമാറുമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. എന്തായാലും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ അങ്ങോട്ടേക്ക് കൈമാറാൻ നേരത്തെ തന്നെ നയതന്ത്ര കത്തുകളൊക്കെ അവർ ഇങ്ങോട്ട് അയച്ചതാണ്. ആദ്യം ബംഗ്ലാദേശ് ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. ഈ ബംഗ്ലാദേശ് ഇങ്ങോട്ടേക്ക് അയച്ച ഈ കത്തുകൾ ഇന്ത്യ ആ സമയത്ത് കണ്ടതായി പോലും നടിച്ചില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ശക്തമാണ് കാര്യങ്ങൾ. അതായത് ഒരു കുറ്റവാളിയായി കോടതി മുദ്ര കുത്തിയ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് ഹസീന. അപ്പോൾ ആ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊടുക്കാനായിട്ട് ഇന്ത്യ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഷെയ്ഖ് ഹസീന കൈമാറാതിരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നും ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. 2013 ഒരു ഉടമ്പടിയുണ്ട്. ഈ ഉടമ്പടി പ്രകാരം ഹസീനയെ തിരികെ കൊണ്ടുവരാൻ ബംഗ്ലാദേശിന് നിയമപരമായിട്ട് അവകാശമുണ്ട്. പ്രക്രിയ വേഗത്തിലാക്കാൻ 2014 ഈ നിയമത്തെ ഭേദഗതി ചെയ്തിട്ടുമുണ്ട്. നമുക്കറിയാം, ഹസീനയെ കൈമാറാൻ ഇന്ത്യ സമ്മതിച്ചാൽ ഇന്ത്യ ബംഗ്ലാദേശ് കൈമാറ്റ ഉടമ്പടിയുടെയും അന്താരാഷ്ട്ര നയതന്ത്രത്തിൻ്റെയും കഠിനമായ യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിരവധി ഘട്ടങ്ങളിലൂടെയുള്ള പ്രക്രിയ അത് കടന്നുപോകും. അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പോഴത്തെ കാര്യമാണ്. നിലവിൽ കൈമാറ്റ ഉടമ്പടിയാണ് സാങ്കേതിക വശങ്ങളെ പ്രധാനമായും നിയന്ത്രിക്കുന്നത്. രാഷ്ട്രീയ, നയതന്ത്ര, മനുഷ്യാവകാശ പരിഗണനകൾ അതിനെ അവിശ്വസനീയമാവിധം സങ്കീർണവും സെൻസിറ്റീവുമാക്കിയ ഒരു വിഷയമാക്കി മാറ്റും. ഇപ്പോൾ നമുക്കിതിൽ എന്താണ് നോക്കാം. ഈ ഷെയ്ഖ് ഹസീനയെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കണമെങ്കിൽ ബംഗ്ലാദേശ് ആദ്യം ഇന്ത്യക്ക് ഔപചാരികമായി കൈമാറൽ അപേക്ഷ സമർപ്പിക്കണം. പോരാത്തതിന് ഈ അപേക്ഷയുടെ കൂടെ ഹസീനയ്ക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ സമഗ്രമായി വിശദീകരിക്കുകയും ജുഡീഷ്യൽ ഉത്തരവുകൾ, അറസ്റ്റ് വാറണ്ടുകൾ, മറ്റ് തെളിവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സഹായ രേഖകളുടെ ശക്തമായിട്ടുള്ള ശേഖരണം ഈ അഭ്യർത്ഥനയെ ശക്തിപ്പെടുത്തുകയും വേണം. രണ്ടാമത്, ബംഗ്ലാദേശിൽ വിചാരണ നീതിയുക്തമായിരുന്നുവെന്നും അത് പക്ഷപാതപരമല്ലെന്നും അഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ എണ്ണിപ്പറയുന്നതിനപ്പുറം രാഷ്ട്രീയ പക്ഷപാതം നിറഞ്ഞ ഒരു വിചാരണയ്ക്ക് ഹസീന വിധേയയാകില്ലെന്ന് അഭ്യർത്ഥന ഉറപ്പ് നൽകണം. ഇതാണ് കൈമാറുന്നതിനായിട്ട് ബംഗ്ലാദേശ് ചെയ്യേണ്ടത്. ബംഗ്ലാദേശ് ഈ ആവശ്യകത ഇതിനോടകം തന്നെ നിറവേറ്റിയിട്ടുണ്ടെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. എന്നാൽ അടുത്തതായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഔപചാരിക അഭ്യർത്ഥന സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉടമ്പടി ബാധ്യതകളും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ അധികാരികൾ, പ്രധാനമായും വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഒരു സമഗ്രമായിട്ടുള്ള അവലോകനമാണ് അടുത്തതായിട്ട് നടത്തേണ്ടത്. ഇന്ത്യക്ക് ബംഗ്ലാദേശുമായി ഇതിനകം ഒരു കുറ്റവാളി കൈമാറൽ കരാറുള്ളതിനാൽ കരാർ പ്രകാരം ഇന്ത്യൻ സർക്കാർ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പുനഃപരിശോധിക്കുകയും ശരിയായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഹസീനയ്ക്കെതിരായി ചുമത്തിയ കുറ്റങ്ങൾ ഇരു രാജ്യങ്ങളും നിയമപരമായി ക്രിമിനൽ കുറ്റങ്ങളായി അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിന് ഈ അവലോക പ്രക്രിയയിൽ ഉൾപ്പെടും. ഇത് ഇരട്ട കുറ്റകൃത്യം എന്നറിയപ്പെടുന്ന ഒരു ആശയമാണ്. രാഷ്ട്രീയ, സൈനിക അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ഇളവുകളിൽ ഏതെങ്കിലും കുറ്റങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നും ഇന്ത്യൻ അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്ത്യ അത് കൈമാറുമോ, ഹസീനയെ കൈമാറുമോ എന്നുള്ളതാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.